ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ. പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ വാസ് കുക്കിംഗ് ഡിന്നർ. പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ വിൽ ബി കുക്കിംഗ് ഡിന്നർ. പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയ വ്യത്യാസം നിങ്ങൾ കൃത്യമായിട്ട് ഈ ക്ലാസ് നല്ല തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കേട്ട് നിങ്ങളത് തറവായി നിങ്ങളുടെ മനസ്സിൽ അതൊരു നല്ലൊരു ചിത്രം അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. വ്യക്തമായ ഒരു ചിത്രം, ഈ കണ്ടിന്യൂസ് ടെൻസുകളെ കുറിച്ചുള്ള ചിത്രം ഉണ്ടാകണം. അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. ഞാൻ പറഞ്ഞല്ലോ ആം, ഈസ്, ആർ. ഇവിടെ ആറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആർ ഉപയോഗിച്ചിരിക്കുന്നത്? ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറലാണ്. അതുകൊണ്ട് ദേ ആർ എന്നേ പറയും. ഒരിക്കലും ദേ ഈസ് എന്നോ ദേ ആർ എന്നോ ഒന്നും പറയുകയില്ല. അത് നമ്മൾ വെറുതെ പോലും നമ്മുടെ നാവിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആയിരുന്നു എന്നെങ്ങനെ പറയും? ദേ വേർ എന്നായി മാറും. ദേ വേർ പ്ലേയിങ് ഫുട്ബോൾ. അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നെങ്ങനെ പറയും? They will be playing football.